നമസ്കാരം. നമസ്കാരം. അൽ മിഷ് എന്നാണോ അൽ വിഷ് എന്നാണോ? അൽ മിഷ്. ആരോട് പേര് പറഞ്ഞാലും അവർ വീണ്ടും ചോദിക്കും. വീണ്ടും ചോദിക്കുക മാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടാവും. വളരെ കറക്റ്റ് ആണ്. വളരെ റെയർ ആണ്. സ്വന്തമായിട്ട് ഇട്ടതാണോ? അയ്യോ, സ്വന്തമല്ല, ഫാദർ ഇട്ടതാണ്. അപ്പൊ എന്തായാലും അൽ മിഷ്. നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടൊരു പെർഫോമൻസ് ഒക്കെ നടത്തിയാലോ? ഓക്കെ. പെർഫോമൻസിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ഹെയർ സ്റ്റൈൽ, ഈ ലുക്കിന്റെ ഒക്കെ ഒരു പിന്നിലെ രഹസ്യം എന്താണ്? സംഭവം വെച്ചാല് എനിക്ക് 4.5 വയസ്സൊരു മകണ്ട്, അഷ്മിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ വെള്ളിയാഴ്ച പള്ളി പോകുന്ന സമയത്ത് ഈ ട്രിമ്മറും കൊണ്ട് ഞാൻ ഇങ്ങനെ താടി ഇരിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഇത് കളിക്കാൻ ചോദിച്ചു. ഞാൻ അപ്പത്തന്നെ അവിടെ കണ്ടം വഴി ഓടിച്ചു. കാരണം ഇതുപോലത്തെ 4 എണ്ണം ഇവൻ കംപ്ലൈന്റ് ആക്കിയിട്ട് എന്റെ വീടിന്റെ എറണാകുളത്തെ കൊട്ടയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഇവനെ ഓടിച്ചപ്പോ അവനെന്ത് ചെയ്തു, ഈ ദേഷ്യത്തിന് ഞാൻ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഈ ട്രിമ്മർ ഓൺ ആക്കിയിട്ട് എന്റെ തലയിൽ വന്നിട്ട് 4 കറക്കള വണ്ടി ഓടിക്കണം പറയും. ട്രിമ്മറിന്റെ പണി കഴിഞ്ഞു, എന്റെ തലയുടെ കോലം മാറി. പിറ്റേ ദിവസം രാവിലെ വെച്ചാൽ കണ്ണടക്ക് നോക്കുമ്പോൾ എന്റെ തലണ്ട് ഈ കാലപൂട്ട് കണ്ടത്ത് കൂടെ നായ്ക്കൾ ഓടിയ മാറി. ഞാൻ അപ്പം തന്നെ ബാർബർ ഷോപ്പ് പോയിട്ട് ഷേവ് ചെയ്തു, അതായത് മൊട്ടടിച്ചു. എന്റെ മകനെയും മൊട്ടടിച്ചു. കൊള്ളാം, സൂപ്പർ. അപ്പൊ എന്തായാലും മോനും ടെറർ, അപ്പനും ടെറർ, സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസ് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യം? ഞാൻ നമ്മുടെ കല്ലായുടെ മണിമുത്ത്, നമ്മുടെ മാമുക്കോയക്ക, സൂപ്പർ. അദ്ദേഹം ഈ വേദിയിൽ വരികയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ശരി സംസാരിക്കുന്നത് നോക്കാം. ഓക്കെ. മോനെ മനോഹര, പനായിന്റെ മോന്റെ 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 മോനെ, അന്റെ ഉമ്മാരെ കല്യാണത്തിന് നമ്മളെ വിളിച്ചില്ല അല്ല? നമുക്ക് എന്നോ നമ്മളൊരു പാട്ട് വേണം മോന്, എല്ലാവരും കൈയടിച്ചോളിയും. നമ്മൾ മാപ്പിളപ്പാട്ടാണ് മോന്. തെക്കലെ കാതിർക്ക ഇടപ്പിലായി അമ്മോ വിവാത്തു അത് കണ്ട് പറന്നു. എന്നും 16 വയസ്സാണ് അമ്മോ, ചിന്തയിലൂടെങ്ങൻ ഇരിപ്പല്ലേ. എന്താ ചെയ്യല്ലേ? ഇനി അടുത്ത് നമ്മുടെ ലാൽ ജോസ് ഈ വേദിയിൽ വരികയാണെങ്കിൽ ശരി. ഞങ്ങള് സിനിമാക്കാർക്ക് മനസ്സിലെപ്പോഴും ചെറുപ്പാണ്, അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങളൊക്കെ കണ്ടപ്പോ എന്റെ വാർദ്ധക്യം എന്താ അവിടെ വന്നുള്ളത് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഒരു പുഴയുടെ തീരത്ത് ഒരു കൊച്ചു വീടും കുറച്ച് നല്ല കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ജീവിതം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ കോമഡി മാസ്റ്റേഴ്സൊക്കെ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രേംകുമാർ, ചേട്ടൻബാബ സിനിമയിലെ ഒരു വോയിസ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതാണ് ഈ ഉറുമിയസ്. മുതലാളി എന്തൊക്കെ ചെയ്തു, വിരട്ടി ആളെ വിട്ട് തല്ലിച്ചു, എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? ഇനി നോക്കിക്കോ, പപ്പരാജനല്ല അവന്റെ അപ്പൻ രാജനായാലും നമ്മൾ വരച്ച പറയി നിൽക്കും. അതാണ് ഉറുമീസ്. നിന്റെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തി ഈ ഉറുമീസിനെ പറ്റിക്കാമെന്ന് കരുതി അല്ലേടാ? ഇവനല്ല, ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പ്രേമിക്കും. അതാണ് ഉറുമീസ്. ചെമ്പൻ വിനോദ്. ചെമ്പൻ വിനോദ്, എന്തോടാ നീ കാണിക്കണേ? ജയിലില് ചിക്കൻ ബിരിയാണി അപ്പൊ തന്നെ നമ്മക്കൂടെ വരാൻ പറ്റില്ലടാ. അതൊരു ഭാഗ്യമായിട്ടാണ്. അതോ നാട്ടിൽ നിന്ന് 10 കള്ളന്മാരെ പിടിച്ച 9 പേരും ഇന്റർനാഷണൽ കള്ളന്മാരാ. എന്ന് വെച്ചാ അവരവരുടെ മേഖലയിൽ കഴിയൂലീശ്വര്. അങ്ങനെ നോക്കുമ്പോ ജയിലൊരു ക്രിയേറ്റിവിറ്റി സ്ഥാനല്ലോ. ഗെയിം ഓവർ. മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. കേൾക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ 23 വർഷത്തോളമായിട്ട് മണ്ണാർക്കാട് ടൗണില് റോഡിന്റെ സൈഡില് CD കച്ചവടം ചെയ്യാണ്. സിനിമകളുടെയും കോമഡി ഗസ്റ്റിന്റെ ഒക്കെ ഓഡിയോ ഗസ്റ്റ് ആണ്. സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഈ മൊബൈലും നെറ്റൊക്കെ ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഞങ്ങൾ CD കച്ചവടക്കാർക്കാണ്. കാരണം ഇപ്പൊ പഴയ മാർക്കറ്റുകാർക്ക് പോലും CD വേണ്ടാത്ത അവസ്ഥ. ഇപ്പൊ കട തുറന്നൊരു പുതിയൊരു സംരംഭമാണ്. എന്താന്ന് ചോദിച്ചോളൂ? കട തുറന്ന് വെറുതെ ഇരിക്കുക. കുറച്ച് സാധനങ്ങൾ നല്ല ചില സാധനമൊക്കെ ഉണ്ട്, പക്ഷെ ആർക്കും ആവശ്യമില്ല. അപൂർവം വല്ല അംബാസഡർ, പഴയ അംബാസഡർ വണ്ടിക്കാരുണ്ടല്ലോ, അവരൊന്നും ഈ സീഡ് പേർ ഉണ്ടാവില്ല. അവർക്ക് ഈ ഓഡിയോ കേസറ്റ് ഇപ്പോഴും ആവശ്യമുണ്ട്. അതിൽ ഓഡിയോ കേസറ്റ് വർക്ക് ചെയ്യുള്ളൂ. കാരണം അതിന്റെ സെറ്റ് നിർക്കാൻ പറ്റാത്ത സെറ്റാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഓഡിയോ കേസറ്റ്, പിന്നെ അതുപോലെ പഴയ വണ്ടിയിലൊരു ഈ കാർ സ്റ്റീരിയോ ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് CD കേസറ്റ് ആവശ്യമുണ്ടാവും. അങ്ങനെ അപൂർവം ചിലരൊക്കെ വന്നിട്ട് വാങ്ങുന്നുണ്ട്. നമ്മുടെ പഴയ കസ്റ്റമറൊക്കെ വന്ന് ഞാൻ തിരിച്ച് വേറൊന്നും കൊണ്ടല്ല, തമാശ രീതിയിൽ അതും ഒരു ഇതായിട്ട് പറഞ്ഞോണ്ട്. സാധാരണ ഇവിടെ വന്നിട്ട് എനിക്ക് പറയാം, ഇപ്പൊ എനിക്ക് ഇതില്ല, അങ്ങനെയില്ല,
ഇല്ല എന്നുള്ള വിഷമ രീതിയിലല്ല പക്ഷെ അത് ഹാസ്യ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. പക്ഷെ പറഞ്ഞപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത് ശരിയാണ്. ഇപ്പൊ ഫോൺ വന്നതിന് ഇത് നമുക്ക് ലാപ്ടോപ്പിലൊക്കെ CD ഇടാനുണ്ടെങ്കിൽ നമ്മൾ ആരും അത് യൂസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ ഓഡിയോ വീഡിയോ സിനിമകൾ എല്ലാം മൊബൈലിൽ കാണുന്നില്ലേ, കാസറ്റിന്റെ ആവശ്യം ആർക്കില്ലല്ലോ. ഈ പണ്ടപ്പോഴേ ഈ CDയും കാസറ്റും ഒക്കെ പോകുന്ന സമയത്ത് സിനിമകളായിരുന്നു ഏറ്റവും കൂടുതൽ പോകുന്നത്, അതോ എങ്ങനത്തെ CDകളായിരുന്നു ഏറ്റവും കൂടുതൽ ബിസിനസ്? അതായത് CD വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകളായിരുന്നു പോയിരുന്നത്. പുതിയ പുതിയ സിനിമ അന്നൊക്കെ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടാണ് CD റിലീസ് ആകുക. അങ്ങനെ സിനിമ കാസറ്റിൽ പോയി CD ഇറങ്ങിയ ശേഷം അതിന് മുമ്പ് ഓഡിയോ കാസറ്റ് ആയിരുന്നു. നമ്മളെ നാദിഖാന്റെ ഒക്കെ ഒരുപാട് ഓഡിയോ കാസറ്റിൽ കോമഡി കാസറ്റുകളൊക്കെ ഒരുപാട് വിട്ടിട്ടുണ്ട്. നാദിഖാന്റെ മാവേലിക്കൊമ്പത്ത്, ടൈറ്റാനിക്, അതുപോലെ തന്നെ ആക്രാന്തം കാട്ടുന്ന വിളമ്പിത്തരാം, കോമഡി തമ്പോല, ആമിനത്താത്ത 41 മിമിക്രിക്കാരും, ഇതൊക്കെ ഞാൻ ഒരുപാട് വിട്ടിട്ടുണ്ട്. പക്ഷെ കാസറ്റ് കേട്ടിട്ട് ഒരുപാട് പേര് മിമിക്രി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ കാസറ്റ് കച്ചവടം ചെയ്ത് മിമിക്രിക്കാരായ ഒരാള് ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പേരില് അങ്ങനെ കൂടെ പറയണം. അപ്പൊ എന്തായാലും നമുക്ക് നാദിക്കയുടെ തന്നെ ചോദിച്ചാൽ യെസ് നാദിക്ക. മിഷ് അൽമിഷ് നാട്ടിൽ മണ്ണാർക്കാട് നിന്ന് ഇവിടം വരെ വന്ന് ഇത്രയും മനോഹരമായിട്ട്, ശരിക്കും പറഞ്ഞാൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന നിന്റെ പാലക്കാടിന് തൊട്ടടുത്താണ്. പക്ഷെ ഈ അൽമിഷ് എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ഇത്രയും കഴിവുള്ള, ഇത്രയും ശബ്ദങ്ങൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന കലാകാരനെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവതരിപ്പിച്ച എല്ലാ ശബ്ദങ്ങളും 85-ന് മേളിൽ പെർഫെക്റ്റ് ആണേ. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അങ്ങനെ കലാകാരന്മാർ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ട്രൂപ്പിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദികൾ കിട്ടി അറിയപ്പെടുക എന്നൊക്കെ പറയുന്നത് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ ഏതായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യാനും അതുമൂലം ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ നിങ്ങൾക്ക് ഇനിയുള്ളൊരു കലാരംഗത്തുള്ളൊരു ലൈഫ്, മറ്റേ ലൈഫിൻ്റെ അല്ല, മറ്റൊരു സക്സസ് ആണ്. അതിന് അപ്പുറത്തേക്കുള്ളൊരു കലാകാരൻ എന്നുള്ള നിലയിലുള്ളൊരു ലൈഫും കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കോമഡി മാസ്റ്റേഴ്സ് അതിനൊരു വേദിയായതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പത്രു ചേട്ടാ, എനിക്ക് ആദ്യത്തെ ചോദ്യമുള്ളത് ഇക്കയുടെയാണ്. നാഷിക്കയുടെ ഓഡിയോ കാസറ്റൊക്കെ ഇക്കടയിലുണ്ടോ കളക്ഷൻ? എനിക്ക് ഒരു ത്രിദീപ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം എനിക്ക് കുറെ കാസറ്റുകളൊക്കെ അയച്ചു തന്നു. എനിക്ക് അദ്ദേഹം അതിന്റെ കളക്ഷൻ എന്റെ വീട്ടിൽ ഇല്ലാത്ത കാസറ്റുകളുണ്ട്, വേറെ എന്തെങ്കിലും കയ്യിലുണ്ടോ? അത് ചോദിക്കാൻ പറഞ്ഞത് നല്ല. അയ്യോ, കോപ്പി ഇനി അങ്ങനെ എന്തെങ്കിലും പാട്ടുകളൊക്കെ ഉണ്ട്, ഇതില്ല. കോമഡി കാസറ്റുകളൊന്നുമല്ല. ഇനി നാഷിക്കയുടെ ഏതെങ്കിലും വെറൈറ്റി അങ്ങനെ അധികം പുറത്ത് ഈ പറഞ്ഞാൽ ഇപ്പോൾ റെയറാണ്, കിട്ടാനില്ലല്ലോ. അപ്പോൾ അത് കളക്ട് ചെയ്യാനൊക്കെ ഇപ്പം നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെയുള്ള കടകൾ നിലനിൽക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എത്രയോ CD ഷോപ്പുകളും ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇത്തരത്തിലൊരു കട കാണുമ്പോൾ എന്തായാലും അറിയാതെ നിർത്തും. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സിനിമകളുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. സെലക്ട് ചെയ്ത് അതൊക്കെ എടുക്കുന്നത് ഒരു സുഖമായിരുന്നു. ആ ഒരു കാലമൊക്കെയാണ് ഇപ്പോൾ അൽമിഷ് പറഞ്ഞപ്പോൾ ഓർത്തത്. ആ മിമിക്രി ഗംഭീരായി. ആ ചെയ്ത സംഭവങ്ങളൊക്കെ നാഷിക പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നൊന്നും വ്യത്യസ്തമായ ഒരഭിപ്രായമില്ല. നല്ല രസമായിട്ട് തന്നെ ചെയ്തു. കൂടുതൽ നല്ല നല്ല വേദികൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ഡിയർ. താങ്ക് യു സോ മച്ച്. യെസ് ചേട്ടാ. അൽമിഷ് മണ്ണാർക്കാട് എവിടെയാ? അരിയൂര്. നിങ്ങൾ രണ്ടുപേരും കൂടെ പാലക്കാടൻ ഭാഷയിൽ സംസാരിച്ചേ. എനിക്കൊരു മണ്ണാർക്കാട് ഭാഷ വേറെയാ. നീ പാലക്കാട് മണ്ണാർക്കാട് ഭാഷ ഒരു പ്രത്യേക ഭാഷ. അങ്ങനെയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഇപ്പൊ ഒറ്റപ്പാലം. ഇത് പാലക്കാടും അത് മണ്ണാർക്കാട് ഭാഷയും. പാലക്കാട് ഭാഷയും മണ്ണാർക്കാട് ഭാഷയും നമുക്കൊന്ന് കേട്ടു നോക്കാം. അതെ. എന്താ ചങ്ങായി, എന്നോട് കുറെ നേരെ കാര്യമുണ്ട്. ഇജ്ജ് എന്ത് പനങ്ങായി കാണിച്ച് എന്റെ കജ്ജമ്മ നടത്തുന്ന എജ്ജ ചങ്ങായി, ഇജ്ജൊന്ന് പോയിക്കോ. അത് കുഴപ്പമില്ല, ഇജ്ജ് പോയിക്കോ. നമുക്ക് പിന്നെ കാണട്ടോ. അതൊരു സെക്ഷൻ. ഇതേപോലെ തിരിച്ചു പറയുമ്പോൾ കുട്ടി എന്തോ ഒരു കൂട്ടം കൂടെയാണ്. എന്താ നിന്റെ വീട് എവിടെയാണ്? നിന്റെ ഒറ്റ നീ പറഞ്ഞാണ്ടല്ലോ എന്നെ കൂടെ കൂട്ടം കുളിക്കണ്ട നീ. അത് വേറെ ഇതിലേക്ക് നേരെ ഓപ്പോസിറ്റ്. ലോകത്ത് ഒരു നായയെ വിളിക്കുമ്പോൾ നമ്മൾ സാറിന് നായ വിളിക്കുന്ന ഒന്നുകിൽ പേര് ടോമി, അങ്ങനെ അല്ലേ? ഇതല്ലേ പാലക്കാട് മാത്രം വിളിക്കുന്നത്. തോന്ന് വിളിക്കുമ്പോ നായക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഒന്നുമില്ല, ഒരു വാക്ക് വെച്ചിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ഡോഗിന്റെ പേരെന്നാ? ഷാഡോ.